ടിയാരി വേണ്ട, ഭരണകാര്യങ്ങളിൽ ഭാഷാപ്രയോഗത്തിൽ ഉത്തരവിറക്കി സർക്കാർ. ഔദ്യോഗിക ഭരണരംഗത്ത് ടിയാൻ എന്ന പദത്തിന് സ്ത്രീലിംഗമായി ടിയാരി എന്ന് ഉപയോഗിക്കരുതെന്ന് ഉത്തരവിറക്കി നിയമവകുപ്പ്. ടിയാരി എന്ന് വ്യാപകമായി ഉപയോഗിക്കേണ്ട എന്ന് ഉദ്യോഗസ്ഥ ഭരണപരിഷ്കാര വകുപ്പ് ജോയിന്റ് സെക്രട്ടറി സർക്കുലർ ഇറക്കി. ടിയാൻ എന്ന പദപ്രയോഗത്തെ സംബന്ധിച്ച് പൊതുനിർദ്ദേശം നൽകുന്നതിനായിട്ടാണ് ഉദ്യോഗസ്ഥ ഭരണപരിഷ്കാര ഔദ്യോഗിക ഭാഷാ വകുപ്പ് സർക്കുലർ പുറപ്പെടുവിച്ചത്. ഭരണരംഗത്ത് ടിയാൻ എന്ന പദത്തിന്റെ സ്ത്രീലിംഗമായി ടിയാരി എന്ന് വ്യാപകമായി ഉപയോഗിച്ചു വരുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. മേൽപ്പടിയാൻ അല്ലെങ്കിൽ പ്രസ്തുത ആൾ എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന ടിയാൻ എന്നതിന്റെ സ്ത്രീലിംഗമായി ടിയാൽ എന്നതിന് പകരം ടിയാരി എന്ന് ഉപയോഗിക്കുന്നത് അനുചിതമാണെന്നാണ് ഉത്തരവിൽ വ്യക്തമാക്കുന്നത്. ചില ഉദ്യോഗസ്ഥർ ടിയാൻ എന്നതിലുപരിയായി ടിയാരി എന്ന ചുരുക്കരൂപം സ്ത്രീലിംഗ രൂപമായി ഉപയോഗിച്ചു വരുന്നത് ശ്രദ്ധയിൽപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ പരാതികൾ ഉയർന്നിരുന്നു. തുടർന്നാണ് പദത്തിന്റെ ഉപയോഗ സാധുതയെക്കുറിച്ച് ഭാഷാമാർഗ നിർദ്ദേശക വിദഗ്ധ സമിതി പരിശോധന നടത്തിയത്. പരിശോധനയ്ക്ക് പിന്നാലെ ടിയാരി എന്ന പദം ഉപയോഗിക്കേണ്ടതില്ലെന്ന് തീരുമാനത്തിലെത്തുകയായിരുന്നു. സർക്കാർ ഓഫീസുകൾക്ക് പുറമെ സർക്കാർ നിയന്ത്രണത്തിലുള്ള അർദ്ധ സർക്കാർ സഹകരണ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും ഉത്തരവ് ബാധകമായിരിക്കും. ഇത് സംബന്ധിച്ച് എല്ലാ വകുപ്പുകൾക്കും ഉത്തരവിന്റെ പകർപ്പ് നൽകിയതായും ഉത്തരവിൽ വ്യക്തമാക്കുന്നു. അതേസമയം ശാരീരിക അവസ്ഥകളുമായി ബന്ധപ്പെട്ടതടക്കം പ്രത്യേക ജനവിഭാഗങ്ങൾക്ക് അവമതിപ്പുണ്ടാക്കുന്ന പദങ്ങളും പ്രയോഗങ്ങളും ഔദ്യോഗിക ഭരണ പഠന ഭാഷയിൽ നിന്നും പൂർണ്ണമായും ഒഴിവാക്കണമെന്ന് സംസ്ഥാന സർക്കാരിന്റെ ഭാഷാ മാർഗനിർദ്ദേശക വിദഗ്ധ സമിതി നേരത്തെ ശുപാർശ ചെയ്തിരുന്നു. വികലാംഗർ എന്ന പ്രയോഗം പാടില്ല, പകരം ഭിന്നശേഷിക്കാർ എന്ന് തന്നെ ഉപയോഗിക്കണമെന്നും നിർദ്ദേശം ഉണ്ടായിരുന്നു.